ശരിക്കും നമ്മുടെ മലയാളത്തിലെ ലളിതഗാനത്തിൽ ഒരുപാട് സംഗീതങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് എം.ജി. രാധാകൃഷ്ണൻ സാറ്. ആ സാറിന്റെ ശബ്ദത്തിൽ പാടില്ലേ അല്ലേ? അത് ഒരു ആദ്യം ഒരു ചെറിയൊരു ശ്ലോകം അതിങ്ങനെ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കേൾപ്പിച്ചിട്ടുണ്ട്. യോഗീന്ദ്രന്മാർക്ക് നിന്മേനിൽ അതിമധുരം. അത് ഓച്ചിറ ക്ഷേത്രത്തിൽ വെച്ചാണ്. അപ്പം അന്ന് അദ്ദേഹം മിടുക്കനാണ്, വളരെ നന്നായി പാടുന്നുണ്ട്, നന്നായി വരും. അത് അദ്ദേഹത്തിൻ്റെ രാമായണക്കിളി ശാരിക പൈങ്കിളി രാജീവനേത്രനെ കണ്ടു എൻ്റെ രാഗവിലോലനെ കണ്ടു. ഈ ഗാനത്തിനൊരു പ്രത്യേകതയുണ്ട്. കാര്യം നമ്മൾ ഇതിൻ്റെ സംഗീതം രാധാകൃഷ്ണ സാറാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് പൂവച്ചൽ ഖാദർ എന്ന് പറയുന്ന ഒരു മഹാനുഭാവനാണ്. എത്രയോ കാലങ്ങൾക്ക് മുൻപ് പൂന്താനം പറഞ്ഞിട്ടുണ്ട്. അതായത് സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ചു, നാണം കെട്ടു നടക്കുന്നിതു ചിലർ. അതുപോലെ മതമാത്സര്യം ചിന്തിച്ചു മതി കെട്ടു നടക്കുന്നിതു ചിലർ. അപ്പോഴിങ്ങനെ ഞാനാണ് വലുത്, എൻ്റെ മതമാണ് വലുത്, എൻ്റെ വിശ്വാസമാണ്. പക്ഷെ അതൊക്കെ ഒരു മിഥ്യാധാരണയാണ്. അപ്പം അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ജാനകി ജാനെ എന്ന് പറയുന്ന ഒരു ഗാനം. ആ ഗാനത്തിൻ്റെ ഒരു വലിയൊരു പ്രത്യേകതയുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗാനം രചിച്ചിരിക്കുന്നത് യൂസഫ് അലി കേച്ചേരിയാണ്. പിന്നെ ആ ഗാനത്തിൻ്റെ സംഗീതം നൽകിയിരിക്കുന്നത് നൗഷാദ് സാറാണ്. നൗഷാദ് അലി എന്ന് പറഞ്ഞ നൗഷാദ് ഖാൻ, ബോംബെ. അത് ഗാനം ആലപിച്ചിരിക്കുന്നത് ഗാനഗന്ധർവനാണ്. അപ്പം ഇവർ മൂന്നുപേരും രണ്ട് മതസ്ഥത്തിൽപ്പെട്ടവരാണ്. പിന്നെ ഇപ്പം യേശുദാസ് എന്ന് പറയുമ്പം ഒരു ക്രൈസ്തവ ഇതാണ്, മറ്റൊരു ഇസ്ലാംസ് ആണ്. ഈ ഗാനം ആരെ കുറിച്ചുള്ളതാണ്? ഭഗവാൻ ശ്രീരാമചന്ദ്രനെ കുറിച്ച്. എന്നിട്ട് ഇത് മനസ്സിലാക്കാതെയാണ് രാമന്റെയും ഭരതയുടെയും പേരിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതൊന്നും ഈ പറയപ്പെടുന്ന ഒരു ഇത്തരം ഗാനങ്ങളൊക്കെ കേട്ട് അവരുടെ ഉള്ളിൽ ബോധവൽക്കരണം ഉണ്ടാകണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ശരിക്കും ഇപ്പോൾ ചേട്ടൻ പറഞ്ഞത് വലിയൊരു മെസ്സേജാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കേണ്ട ഒരു മെസ്സേജ് തന്നെയാണ്. എല്ലാ വിശ്വാസങ്ങളെയും അംഗീകരിക്കുക, അല്ലേ? അപ്പോൾ അത് മാത്രമല്ല, ഈ പാട്ടിനെ പറ്റി പറഞ്ഞപ്പോൾ ശരിക്കും യൂസഫ് അലി സാർ എഴുതിയ മറ്റൊരു സംസ്കൃത സോങ് ആണ് എന്നുള്ളൊരു പ്രത്യേകം കൂടെ ഉണ്ട്, അല്ലേ? ജാനകി ജാനെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഗാനത്തോടെ തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം എന്ന്. അപ്പോൾ നമുക്ക് വേണ്ടി ഒന്ന് പാടിത്തരുമോ? തീർച്ചയായിട്ടും. രാമ